ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉത്രാടത്തിന് അന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്തു തീർക്കാൻ കുറേ പണിയുള്ളതുകൊണ്ട് സമയം വളരെ പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ് രാവിലെ ചായയോടി കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ തക്കുടൂനെയും കൂട്ടിയുള്ളൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് എന്തായാലും ഒരുപാട് സമയം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു. നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോണേ. മെട്രോയിൽ കയറി നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാം. തക്കുടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഓട്ടോറിക്ഷ. അതിൽ കയറിയാൽ ഭയങ്കര ചിരിയും കളിയും സന്തോഷമൊക്കെ ആയിരിക്കും. ഇപ്പം സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കാട്ടിലും നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എല്ലാവരുടെയും ഉറങ്ങിയെണീക്കലും ചായയുടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സമയമായി. ഓണം ഷോപ്പിങ്ങിൽ നമുക്ക് ഏറ്റവും കാര്യമായിട്ട് വാങ്ങാനുള്ള സദ്യേൻ്റെ സാധനങ്ങളാണ്. ബാക്കി കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല. അതിലുള്ളതാണ് ഓണക്കോടി. ഓണക്കോടി വാങ്ങണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കാം, എല്ലാവർക്കും കിട്ടിയാൽ വാങ്ങാം, അത്ര മാത്രമേ നമ്മുടെ പ്ലാനുള്ളൂ. ഈ വീഡിയോ ഫുൾ എടുക്കാനാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല ഈ സമയത്ത്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള കാഴ്ചകളൊക്കെ ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എപ്പോൾ എന്ത് കണ്ടാലും അപ്പം തന്നെ വീഡിയോ എടുക്കും. കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ എന്തായാലും നമുക്കിത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ നമുക്കിതുവരെ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും കുറച്ച് പേര് നമ്മളെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ക്യാമറ ഓഫാക്കി പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴും നമ്മളൊക്കെ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ആദ്യം നമ്മൾ സദ്യക്കുള്ള സാധനങ്ങൾ മേടിക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. തക്കടു വന്ന പാടെ ചുറ്റിക്കറങ്ങൽ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് ശരിക്കും ചുറ്റിക്കറങ്ങേണ്ടത്. ഫുൾ ഓടി നടന്ന് കണ്ട് ആസ്വദിച്ച് വന്നോളാം. ആദ്യം നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാനുള്ളൊരു ശ്രമം നടത്തി നോക്കി. പക്ഷേ നല്ല അടിപൊളിയായി പരാജയപ്പെട്ടു. എങ്ങനെ നോക്കിയിട്ടും നമുക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. ഇത്രയും ഡ്രസ്സ് ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒന്നുപോലെ എടുക്കാൻ പറ്റാത്തത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറി. അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കി നടന്ന് ഒരു ക്ലിപ്പ് മാത്രം വാങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. തക്കുടി ഈ കരയുന്നത് അവിടെ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ടാണ്. ഒരു വണ്ടി വാങ്ങാതെ ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് നോക്കിയിട്ട് പറ്റുന്നൊരു വണ്ടി വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ഈ 3 പേരിൽ ഒരാൾക്ക് മാത്രം ഓണക്കോടി വാങ്ങിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന പരിപാടി നിർത്തി. ഇനി നമുക്ക് സദ്യേൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാം. സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവുക. അല്ലാതെ ഞാൻ പോകുന്ന പോലെ പകുതി ലിസ്റ്റ് മനസ്സിലും പകുതി ലിസ്റ്റിലും ഒക്കെ ആക്കിയിട്ട് പോയാൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള 1-2 സാധനങ്ങൾ മറന്നുപോകും. ആദ്യം തന്നെ നമ്മൾ മീനിൻ്റെ സെക്ഷനിലാണ് നോക്കിയത്. അവിടെ പോയപ്പോഴാണ് ഏറ്റവും സന്തോഷമുള്ള ഈ കാഴ്ച കണ്ടത്. നമ്മുടെ മത്തി. കുറേ നാളായി മത്തി കൂട്ടിയിട്ട്. ഈ നാട്ടിൽ വന്നേ പിന്നെ മത്തി കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം അവിടുന്ന് മത്തിയും വാങ്ങിയിട്ടാണ് വന്നത്. ആദ്യം മീനിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ നമ്മുടെ സാധനം വാങ്ങിലൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെയും കുറച്ച് സമയം കൂടി പോകും. അതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയത്. നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ ഒരുപാട് അവിടെ ക്യൂ ആയിട്ട് നിന്നിട്ടൊക്കെയാണ് മീൻ വാങ്ങിക്കുന്നത്. തക്കടുവിനെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും. പക്ഷേ ഇരിക്കില്ല. നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മൾ പിടിച്ചു വയ്ക്കും. ബാക്കിയുള്ള സമയത്ത് ഓടിക്കളിക്കട്ടെ എന്ന് വിചാരിച്ചങ്ങ് വിടും. ഒരാൾ തക്കടുവിനെ നോക്കും, മറ്റേ ആൾ സാധനം എടുക്കും. ഇങ്ങനെ നമ്മൾ മാറി മാറിയാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ പിന്നെ തക്കട് ഫോൺ നോക്കുന്നത് ഭയങ്കര കുറവാണ്. സാധാരണ കുട്ടിയൊക്കെ ഫോൺ കൊടുത്താലൊക്കെ കുറച്ച് സമയം അനങ്ങാണ്ടിരിക്കും. ഇത് അതുപോലും ഇല്ലാത്ത ഒരാളാണിവൻ. ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് തക്കട് പോകാണ്ടിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ പോകുന്ന പോക്കിൽ എവിടെയോ തക്കട് ടോയ്സിൻ്റെ സെക്ഷനിൽ എത്തിപ്പെടുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, കരച്ചിലും ബഹളവും ആയിട്ടൊരു വലിയ കോലാഹലം സൃഷ്ടിക്കും അവിടെ. വണ്ടി വാങ്ങിക്കാൻ നമുക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വാങ്ങിയ എല്ലാ വണ്ടികളും തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എങ്ങനെയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ഇയാൾ വരുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മളൊരു വണ്ടി വാങ്ങിച്ചു. ഇങ്ങനെ പലതരം വാശികൾക്കും കരച്ചിലുകൾക്കും ശേഷമാണ് എപ്പോഴും വണ്ടി വാങ്ങിക്കാറ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഓറഞ്ച് കളറിലുള്ളൊരു സ്കൂൾ ബസ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം മഞ്ഞ കളറിലുള്ള സ്കൂൾ ബസ്സാണ് വാങ്ങിയത്. വണ്ടി വാങ്ങിക്കൊടുത്തപ്പോൾ ഇനിയെങ്കിലും അടങ്ങിയിരിക്കുന്നു വിചാരിച്ചാൽ അത് ശരിക്കും തെറ്റാണ്. വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്രയും വേഗം പാക്കറ്റ് പൊളിച്ച് കിട്ടണം. അതിനു വേണ്ടിയുള്ള കരച്ചിലാണ് പിന്നെ. അങ്ങനെ നമ്മുടെ ഓണം ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓണം ഷോപ്പിംഗ് വീഡിയോ. ഇനി വീട്ടിൽ പോയിട്ട് ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും നമുക്ക് തുടങ്ങണം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.